അല്ലെങ്കിലും കുഞ്ഞേമീനും കണ്ട് കുരു പൊട്ടി. കുഞ്ഞേമ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്നിപ്പോൾ അരീക്കോട് വന്നിക്കുക. അരീക്കോട് വന്നിട്ട് പിന്നെ ഭയങ്കര രസമുണ്ട്. ഇറ്റങ്ങൾ ഓരോ അവസ്ഥ ചിന്തിച്ച് നോക്കുമ്പോൾ വല്ലാത്തൊരു കഥ റബ്ബേ. മനുഷ്യർക്കൊപ്പം എന്നുള്ള വിഷയത്തിലാണ് ഇപ്പം ഇവർക്ക് വല്ലാത്ത പ്രശ്നം. എടാ കുഞ്ഞേമേ, കേരള യാത്രക്കൊന്നും ഇജ്ജി എത്ര കടന്ന് ചത്തിട്ട് കാര്യമില്ലടാ. അതിനൊന്നും എതിർക്കാൻ നീയോ നിൻ്റെ പ്രസ്ഥാനം ഒരുമിച്ച് ബുഹത്താനികൾ ഒരുമിച്ചായിട്ടും കാര്യമില്ല. അതിൻ്റെ ഒരു കാൽ ഭാഗം പോലും ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. കാല് എന്നല്ല, കാലിൻ്റെ അതിൻ്റെ ഏറ്റവും താഴെ ഏതാണെന്ന് വെച്ചാൽ അത് പോലും നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അത് മനസ്സിലായിക്കോ, എനിക്ക്. കാരണം എനിക്കറിയാലോ കോളേജിനെ സംബന്ധിച്ച്, കാന്തപുരം ഉസ്താദിൻ്റെ കോളേജിനെ സംബന്ധിച്ച് എനിക്ക് വേറെ ആരും പറഞ്ഞു തരുമൊന്നും വേണ്ട, എനിക്ക് തന്നെ അറിയാലോ. ഇജിപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ കോളേജിൽ പഠിച്ചു. അന്ന് എനിക്കറിയാം ഇത് എത്രമാത്രം സമ്മേളന പ്രചരണ പ്രവർത്തനവുമായിക്കൊണ്ടും സംഘടനാ പ്രചരണ പ്രവർത്തനവുമായിക്കൊണ്ടും പ്രഭാഷണങ്ങൾക്കും മറ്റും പോയിരുന്നതൊക്കെ എനിക്കറിയാലോ. കാരണം അങ്ങനെയാണല്ലോ സംഭവം. സത്യത്തിൽ കോളേജിൽ മർക്കസിൽ തോറ്റത് എനിക്ക് ഓർക്കുന്നുണ്ടോ? മർക്കസിൽ അവലിൽ തോറ്റല്ലേ അവലിൽ തോറ്റ് കാണാൻ എനിക്ക് സ്ഥാനീക്ക് കയറാൻ കഴിയാതെ വന്നപ്പോൾ ഇതെന്താ ചെയ്തത്? സകല ഉസ്താദുമാരി അടിയും കാലും പിടിച്ചാൽ നടന്നു. അബ്ദുള്ള ഉസ്താദിൻ്റെ അടിയും കാലും പിടിച്ചാൽ, നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ അടിയും കാലും പിടിക്കാൻ, ഇങ്ങനെ ഓരോ ഉസ്താദുമാർ അടിയും കാലും പിടിച്ചിട്ട് എൻ്റെ ഒരു പരിചയം കൊണ്ടും ഉസ്താദുമാരുടെ ഒരു മഹൽ ഫദലും കൊണ്ടും പിന്നെ വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞ് പറഞ്ഞിട്ടാണ് എന്നെ സ്ഥാനിക്ക് ഇരുത്തിയത്. അല്ലേ? എനിക്കറിയാലോ. ഇത് പരീക്ഷയിൽ വരെ തോറ്റാളാ, അവല് തോറ്റാളാ. അപ്പം എനിക്ക് എത്രമാത്രം വായിക്കാൻ കിട്ടും, എത്രമാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് വേറെ വിഷയം. പക്ഷേ ഇജിപ്പം കടന്ന് ചാകണുണ്ടല്ലോ, അതൊന്നും ഒരു രസമല്ലടാ. രസമല്ല എന്ന് പറഞ്ഞാൽ നീ കേട്ടോ. ഇജിപ്പോൾ പറയണേ ഇജ് അരീക്കോട് ഇന്നലെ സുൽത്താനുലുലമ കാന്തപുരം ഉസ്താദും ഇബ്രാഹിം ഖലീൽ തങ്ങളും പേരോട് ഉസ്താദും ഇവരൊക്കെ വന്നുകാണ്ട് പരിപാടി നടത്തിയപ്പോൾ, ഹക്കീം മസീരിയൊക്കെ വന്നുകാണ്ട് പരിപാടി നടത്തിയപ്പോൾ ഇപ്പം ആ പേരിനെ കളിയാക്കുക അല്ലേ? നോക്കാം നമുക്ക്. ഓൻ പറയട്ടെ, കുഞ്ഞേമൊന്ന് പറയട്ടെ ഇന്നത്തെ പരിപാടി. കണക്കെടുപ്പൊക്കെ നടത്തുമ്പോൾ കോളുണ്ടാവും, ദേതാ മുസ്ലിം, അതിൽ ടിക്കിടാ. ഈ ടീമിൻ്റെ ഒക്കെ മുന്നിൽ പോയിരിക്കുന്ന മൊയങ്കളൊക്കെ അവസ്ഥ ചിന്തിച്ചോ കണികൾ. എന്താണെങ്കിലും ഒരു സാമി പ്രസംഗിക്കുകയാണ് ചെയ്തിന് മുന്നേ പോയി കുത്തിരിക്കുകയാണ് ചെയ്തതിനേക്കാളുള്ള വർക്കത്ത് കിട്ടുന്ന വെച്ച് തോന്നുന്നത്. എന്താണ് ഇവനൊക്കെ പറയണത്? ഇനി കേട്ടോളി. പേര് അബ്ദുൾ റഹ്മാനാണ്, പേര് അബ്ദുൽ ഖാദറാണ്, പേര് അബ്ദുൽ ഹക്കീമാണ്, പേര് ഇബ്രാഹിമാണ്, നല്ല നല്ല പേരൊക്കെയാണ്. പക്ഷേ ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടോ? അഹ്ലുസുന്നയുമായി അവർക്ക് ബന്ധമില്ല. അഹ്ലുസുന്നയുമായി കൊണ്ട് അവർക്കൊന്നും ബന്ധമില്ല. ഇബ്രാഹിമിനും അബ്ദുൽ ഖാദറിനും അബ്ദുറഹ്മാനും ഇവൽക്കൊന്നും, അബ്ദുൽ ഹക്കീമിനും ഇവൽക്കൊന്നും ഇസ്ലാമുമായി കൊണ്ട് ബന്ധമില്ല. ഈ ഹംക്കായ കുരുത്തം കെട്ട ഇവനാ ഇസ്ലാമുമായി കൊണ്ട് ബന്ധമുള്ളത്. ഇവനെ ഈ ദിനം പ്രതി പലിശക്ക് തിന്നുകൊണ്ട് നടക്കണ ഇവന്, തലി കെട്ടിയത് നോക്കണ്ട, ദിനം പ്രതി പലിശക്ക് തിന്നുകൊണ്ട് നടക്കണ ഇവനാ ഇസ്ലാമുമായി കൊണ്ട് ബന്ധമുള്ളത്. ഇത്തരൊരു നസീകരണം പിടിച്ച സാധനം അള്ളാൻ്റെ ഉലകത്തിലുണ്ടാവില്ല. എന്നിട്ടാ ഓനാ പയ്യാതി വർത്താനം പറയണത്. ഇതിങ്ങനെ പറയേണ്ടി വരികയാണ് സുഹൃത്തുക്കളെ, അല്ലാതൊന്നും ഉണ്ടായിട്ടല്ല. കാരണം പിന്നെ ആനയും കുയ്യാനയും, ആന എന്ന് പറഞ്ഞത് വലിയൊരു ജീവിയാണ്. കുയ്യാന എന്ന് പറഞ്ഞാൽ ഇറവെള്ളം ചാടുമ്പോൾ പിന്നെ ഈ വെള്ളം ചാടുന്നിടത്തുണ്ടാവും ചെറിയൊരു കുയ്യൽ ഇങ്ങനെ കിടക്കുന്നു, ഒരു മറ്റേ കോട്ടരുമൻ്റെ മാതിരി സാധനം, അതാണ് അതിൻ്റെ പേര് കുയ്യാനാന്ന്. മറ്റേത് പേര് ആനയാണ്. ആനയും കുയ്യാനയുള്ള മത്സരം പോലെ നടത്തുന്നത്. അവിടെ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവരുകൾ ഇന്നലെ വന്നപ്പോൾ ഇന്ന് ഓൻ അവിടെ ചെന്നിക്കുക 4 കുട്ടികളെയും കസാരി കുത്തിരുത്തിയാണ്ട്. ആ കുട്ടികളെ കണ്ടോക്കി ഇഞ്ഞുവാണെങ്കിൽ ഡിസംബർ 21 മുതൽ ഡിസംബർ 28 കൂടിയ ദിവസങ്ങളിൽ ഇതാണ് ഇപ്പം ഓൻ്റെ അരീക്കോട് പരിപാടിക്ക് ആൾ കൂടിയ ആൾക്കാർ ഒക്കെ ഫോണമീൻ കളിച്ചവിടെ കുത്തിരിക്കുകയാണ്.
നമ്മളെ പരിപാടിക്കവിടെ നിൽക്കാൻ പോലും തല ഉണ്ടായിരുന്നില്ല. അതും ഒന്ന് കണ്ടു നോക്കി. രാഗതമായി സുൽത്താനിതവരവായി സൗഹൃദമോദി മഹാൻ കാവലരായി ഭവാൻ കാമിലരാഗതമായി സുൽത്താനിതവരവായി സൗഹൃദമോദി മഹാൻ കാവലരായി ഭവാൻ സുന്ദര സൗഹൃദ മന്ത്രമതോ കാന്തിക ശക്തിയിൽ കലുഷനിലങ്ങൾ ഉടച്ചിതവാർക്കുന്നു അപ്പൊ ഈ നടന്ന പരിപാടിക്ക് വേണ്ടിയിട്ടാണ് 4 ആളായിട്ട് അവിടെ പോയി കുത്തിരുന്ന് കണ്ട് ഇന്ന് പരിപാടി നടത്തുന്നത്. കണ്ടില്ല നിങ്ങള്? പറയട്ടെ കുഞ്ഞായ്മ ബാക്കി. കാരണം വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിക്കണം. അതൊക്കെ ഇത് പറഞ്ഞത് സത്യമാണ്. വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിക്കണം. അല്ലെങ്കിൽ ഓന് ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഇസ്ലാമിലും ഉണ്ടാവില്ല, നാട്ടിലും ഉണ്ടാവില്ല, കുടുംബത്തിലും ഉണ്ടാവില്ല. ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മുത്ത് റസൂലിനോടുള്ള പ്രഖ്യാപനമാണ് അല്ലാഹുവിന്റെ. പറയണം തങ്ങളെ. അത് പറഞ്ഞു. അവരുടെ വിഷയങ്ങൾ അവര് തന്നെയല്ലേ മാലോകരോട് വിളംബരം ചെയ്യേണ്ടത്? അതവര് നിർവഹിക്കേണ്ട ഡ്യൂട്ടിയാണ്. അത് പറയുമ്പോ കൺഫ്യൂഷൻ ഉണ്ടാകൂലേ? ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകൂലേ? ജനങ്ങളെ ഈമാന് വസുവാസാകൂലേ? ഇപ്പൊ ഇടപെടല് കഴിഞ്ഞോ? ഇടപെടല് കഴിഞ്ഞപ്പോ കൺഫ്യൂഷൻ പറ്റിയില്ലേ? ആയിക്കോട്ടെ, കൺഫ്യൂഷൻ എങ്കിൽ കൺഫ്യൂഷൻ എന്തെങ്കിലും ആണല്ലോ എനിക്ക് അരി വാങ്ങാൻ. മൂമിനീങ്ങൾ പഴച്ചു പോകൂലേ? ഇതെന്തേ അള്ളാഹ്ക്ക് അറിയൂലേ? അള്ളേ പറയണേ റസൂലുള്ളാട്. പൊന്നാര മുത്തു റസൂലെ പറയി പോയിട്ട് ജനങ്ങളോട് പറയണത് ഈ സംഭവിച്ചതൊക്കെ പറയണം. അപ്പൊ അള്ളാഹ്ക്ക് തിരിയാത്തൊരു കൺഫ്യൂഷൻ, അള്ളാഹുടെ റസൂലിന് തിരിയാത്തൊരു കൺഫ്യൂഷൻ, ആ കൺഫ്യൂഷൻ ഞമ്മക്ക് വേണ്ട. കോമാടനും തിരിയാത്തൊരു കൺഫ്യൂഷൻ അങ്ങനെയും കൂടി കൂട്ടിയാൽ നല്ല ഉഷാറായിരുന്നു. പിന്നെ കോമാടെന്നാ പിന്നെ അള്ളാഹിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരാളായി കൂട്ടിയാൽ മതിയല്ലടാ. കോമാടനും കൂടിയും തിരിയാത്തൊരു കൺഫ്യൂഷൻ. കോമാടൻ അങ്ങനെ ഒരു ജിബിരിലിന്റെ സ്ഥാനത്ത് ഇങ്ങനെ വെച്ചള ചെയ്. ഇപ്പൊ മുണ്ടിയ കൺഫ്യൂഷനാ, ദുആയിലും കൺഫ്യൂഷൻ, ഏതൊരു വിഷയം പറഞ്ഞാൽ അവരൊക്കെ കൺഫ്യൂഷൻ. യഥാർത്ഥത്തിൽ ഈ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറയുന്ന ആളുകളുടെ ഈമാനിന്റെ ദുർബലതയാണ് മറ്റുള്ളവരുടെ മേൽ ചാർത്തിയിട്ട് രക്ഷപ്പെടാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓ മറ്റുള്ളവരുടെ കൺഫ്യൂഷൻ അങ്ങോട്ട് ചാർത്ത. ഭയങ്കര ബുദ്ധിയായിട്ടാ കുഞ്ഞായ്മ എനക്ക്. എന്നിട്ട് പറയുന്നതോ ഞങ്ങളാണ് അൽ ജമാഅ, ഞങ്ങൾ അൽ ജമാഅ. ചില്ലറ ജമാഅയാണോ പൊന്നാര കുഞ്ഞായ്മതേ? എൻ്റെ അൽക്കൗമിലാണ് മറ്റേ പിന്നെ കോമാടൻ പിന്നെ ബുഹത്താനി തരീക്കത്തുകാരൻ, ബുഹത്താനിനല്ലേ ബുഹത്താനി ഉള്ളത് എന്ന്. എന്നാലോ ഞങ്ങൾ അൽ ജമാഅ അതൊരു മുതൽ തന്നെ എൻ്റെ മാണിക്കല്ലുകളെ. ഔ ഞങ്ങളാണ് ഇവിടെ ആ യഥാർത്ഥ സംഘം. ആരെയാണ് ഈ കബളിപ്പിക്കുന്നത്? വല്ലാത്തൊരു കബളിപ്പിക്കൽ തന്നെയാണ് അല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? എനക്കതിനെന്താ തോന്നാത്തത്? യദുല്ലാഹി അലൽ ജമാഅ, യദുല്ലാഹി അലൽ ജമാഅ. ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് അരീക്കോട് കുരുവട്ടൂരികളുടെ പരിപാടി, ബുഹത്താനികളുടെ പരിപാടി നടന്നു. ആ പരിപാടിയിൽ നിന്ന് പിന്നെ കുഞ്ഞേമത് സംസാരിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ വിട്ടത്. കുഞ്ഞേമത് സംസാരിക്കുന്നതാണ് വിട്ട്, ആ സദസ്സാണ് വിട്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്രയും ദുർബലർ ഇന്ന് അള്ളാൻ്റെ ഉലകത്തിലുണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല. അത്രയും പിഴച്ചവാദികളാണ് ഈ ടീം. കാരണം ഇവിടെ ജബ്ബാറാജിനെയും ലീഗിനെയും ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിക്കൊണ്ട് പല കളികളും കളിക്കാൻ വേണ്ടിക്കൊണ്ട് നൗഷാദ് ഒന്ന് ശ്രമിച്ചു നോക്കി. ഇലക്ഷനിൽ വിജയിച്ചപ്പോൾ അപ്പോഴാണ് അരീക്കോട്
കേരള യാത്രയുമായി ബന്ധപ്പെട്ട ഇന്നലത്തെ പരിപാടിയിൽ ജബ്ബാറാജി വന്നിട്ട് അതിൻ്റെ സത്യം പോലെ പറഞ്ഞു. എന്നെ കേരള മുസ്ലിം ജമാഅത്ത് സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മലപ്പുറം ജില്ലയുടെ ഒരു പ്രസിഡന്റും കൂടെയാണ് ഞാൻ. ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എന്നെ സമീപിച്ചോളി, ഞാനത് നിറവേറ്റി തരും എന്ന് വരെ ജബ്ബാറാജി പറഞ്ഞു. ഇന്നലെ കേരള യാത്രയുടെ സ്റ്റേജിൽ വന്നുകൊണ്ട് അത് കേട്ട് നോക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ പറയണ്ടെന്ന് പുടുത്തല്ല. അങ്ങനെയാണ് ഇപ്പം ഇന്ന് അരീക്കോട് വന്നിട്ട് എന്തൊക്കെയോ അങ്ങനെ നുള്ളിപ്പൊറുക്കുന്നുണ്ട്. കുഞ്ഞാമ്മ അങ്ങനെ നുള്ളിപ്പൊറുക്കുന്നുണ്ട്, പമ്പൈസ് അങ്ങനെ നുള്ളിപ്പൊറുക്കുന്നുണ്ട്, നൗഷാദും അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞ് പിന്നെ അതന്നെ പറഞ്ഞ് ഏതാ പറഞ്ഞതെന്ന് ഓർക്ക് തന്നെ പുടുത്തല്ലാത്ത കോലത്തിലായിക്കൊണ്ട് നിൽക്കുകയാണ്. ഏതായാലും പ്രിയപ്പെട്ടവരെ, അവരുടെ ഷർറിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൂട്ടമായിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു.